to Voice by Sham. ഞാൻ നിങ്ങളോടാണല്ലോ ചില കഥകളൊക്കെ പറയാനായിട്ട് അങ്ങനെ കഥകൾ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അതാണ് ഏകദേശം ഒരു 2-3 മാസത്തോളം എന്നെ കാണാതെ. അപ്പം ഞാൻ പറയാൻ പോകുന്ന കഥകൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും അത് മാറ്റമുണ്ടാകും. ഇതിനകത്ത് പറയുമ്പം ഇതിനകത്ത് നല്ലത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഈ കഥകൾ ഹൃദയത്തിൽ നിന്നായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ ചിരിക്കാനുള്ളത് കാണും, ചിലപ്പം ചിന്തിക്കാനുള്ളത് കാണും, ചിലപ്പോൾ അത് നിങ്ങളതിനെ മാറ്റും. എന്തായാലും ഒരു മാറ്റം ഉണ്ട്. അത് നല്ലത് വേണോ ചീത്തയാവണോ എന്നുള്ളത് തീരുമാനിക്കണം നിങ്ങൾ ഉത്തരവാദിത്തം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണോടെ അതായത് നമ്മളൊരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിന് മുമ്പ് വേറെ കാര്യം കൂടെ പറയാം. ഞാനിത് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച് പറയുന്നതല്ല, അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ചില സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വരും. അയ്യോ ഇത് പറഞ്ഞാൽ കൊള്ളായിരുന്നല്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം. അപ്പം അങ്ങനെ വരുമ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, അതായത് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും സമയം കിട്ടത്തില്ല. എന്നാൽ ഈ 30 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതെ വേറൊന്നാണ് പെണ്ണ് എന്ന് ചില ആളുകൾ പറയും. അതവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല. പക്ഷെ നമുക്ക് കിട്ടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമാണ്. അപ്പോൾ ഈ സമയം നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ 30 വയസ്സിന് മുമ്പ് വരെ ഒരു 20-25 നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും കാലം വരെ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെ വരെ നമ്മൾ പലപ്പോഴും നമ്മൾ ഇല്ലാതെ കളയുന്നത് അല്ലെങ്കിൽ വെറുതെ കളയുന്ന സാധനം എന്ന് വെച്ചാൽ സമയമാണ്. ഈ സമയം തന്നെ നമുക്ക് 30 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ 20 വയസ്സിലും അല്ലെങ്കിൽ 25 വയസ്സും 30 വയസ്സ് വരെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് സമയം കളഞ്ഞു. അത് കഴിഞ്ഞ് 30 വയസ്സാകുമ്പോൾ നമ്മളൊന്ന് സെറ്റിൽ ആവണം. അപ്പോൾ സെറ്റിൽ ആവാൻ വേണ്ടി നമ്മൾ പല പല പരിപാടികൾ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് സമയം കിട്ടാതെ വരും. അത് കഴിഞ്ഞ് നമ്മളൊരു 50-60 ആകുമ്പോൾ നമുക്ക് സമയമുണ്ട്, പക്ഷെ നമുക്ക് ആരോഗ്യമില്ല. ഈ ഒരു ലെവലിലോട്ടാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കഥകളിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് എന്താ കൂട്ടി കലർത്തി പറയാം. അപ്പം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടും. നമ്മൾ അന്വേഷിക്കുന്നത് സന്തോഷം. നമ്മൾ അന്വേഷിക്കുക നമുക്ക് എന്താ നമ്മളെല്ലാവരും ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നതെല്ലാം ഈ സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്. സന്തോഷത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ ജീവിക്കേണ്ടത് എപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള് അല്ലെങ്കിൽ നമുക്ക് ഒരാള് വേണം. ആ ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഈ പറയുന്ന യാത്ര എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സന്തോഷത്തിലേക്ക് പോകും. നമുക്ക് വേണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാള് സന്തോഷം നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളുടെ കാമുകയോ അല്ലെങ്കിൽ നമ്മളുടെ കാമുകനോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയോ ആയിരിക്കാം. അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും സഹോദരൻ ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊന്നും സെറ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും സെറ്റ് ആകുന്നില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ഇതുപോലെ ഇതാകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഫുള്ള് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അവര് പറയുന്നത് കേൾക്കണം. ഇതൊക്കെ ആകുമ്പോൾ നമുക്കത് പറയില്ല. മനുഷ്യനാണെങ്കിൽ ബെറ്റർ. അപ്പൊ അവരൊന്നും ഇല്ല, നമുക്ക് എല്ലായിടത്തും പറയാൻ പറ്റത്തില്ല നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവര് ഇതേപോലെയുള്ള എന്തെങ്കിലും സാധനം എടുക്കുക, അവരെടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. നമ്മുടെ ഇമോഷൻസ് ഫുള്ള് പറയാം. നമ്മൾ കരഞ്ഞു എന്താണ് മെഴുകണം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറെ സാധനങ്ങൾ പുറത്ത് അപ്പം പിന്നെ നമ്മൾ ബെറ്ററാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ കഥയിലോട്ട് വരുന്നത് എന്റെ കഥ പറയാം. അതായത് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അസാധ്യം കൈക്ഷരം ഒരു രക്ഷയുടെ കൈക്ഷരം. ഇവന് ഈ കൈക്ഷരം നന്നായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവന് എഴുതാൻ ഭയങ്കര ആഗ്രഹം. ഇവൻ എല്ലാവർക്കും ഇങ്ങനെ ടീച്ചർമാരെ ബോർഡിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഇവനാണ് ആദ്യം ബോർഡിലെ കാര്യങ്ങൾ എഴുതുന്നത്. ഇവനെല്ലാം എഴുതുക എന്നുള്ളത്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഒരു തവണ ഇവൻ എഴുതി. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ എഴുതിപ്പിക്കുക. ഇയാളെ എഴുതി ഫസ്റ്റ് എഴുതി ടീച്ചറെ കൊടുത്തു. ടീച്ചർ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ടീച്ചർ വേറെ എന്തോ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
പുള്ളിക്കാരി ഇങ്ങനെ വല്ലത് വായിച്ചു വന്നപ്പോ ഛത്തീസ്ഗഡ് ഇവ എഴുതിയത് തെറ്റിപ്പോയി. ഛത്തീസ്ഗഡ് എന്ന് വേറെ എന്തോ ഒരു രീതിയിൽ എഴുതി, ചണ്ഡീഗഡ് എന്നോ അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ച്. അപ്പൊ എഴുതി ഈ ടീച്ചർ എല്ലാവരും മുമ്പ് വെച്ചിട്ട് വലുതായിട്ട് വായിച്ച് ഇവനെ കളിയാക്കിയിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ചിരിച്ചു, നല്ല രസമുണ്ടായിരുന്നു തമാശ കേൾക്കാൻ. പക്ഷെ ഇത് ഞങ്ങൾക്കൊരു തമാശയാണെങ്കിൽ പക്ഷെ അത് അവന് വലിയൊരു തമാശയായിരുന്നേ. അപ്പൊ അവനത് ഫീൽ ചെയ്തു. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്താണോ അവന്റെ ഏറ്റവും ബെറ്റർ ആയിട്ട്, അതായത് അവന്റെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള സാധനം, അവന് പിന്നെ എഴുതാനൊരു മടിയായി. എഴുതാൻ മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പേടിയായി, പബ്ലിക്കായിട്ട് എഴുതാതായി, ബോർഡിൽ എഴുതാൻ വിളിച്ചാൽ പോവാതെ അങ്ങനെ ഇവൻ മടിയനായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ക്ലാസ് ഫസ്റ്റ് ആണെങ്കിൽ ഇവൻ പുറകിലോട്ട്. ഞാൻ ഈ ടീച്ചറെയും കുറ്റം പറയുന്നില്ല, അവരുടെ ഒരു തമാശ വേറൊരാൾക്ക് എന്താ പറയുക, നമ്മൾ കാണിക്കുന്ന പല തമാശകളും വേറൊരാൾക്ക് ചിലപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ എന്തൊക്കെ ആയാലും അത് അവനെ നല്ല രീതിയിൽ ബാധിച്ചു. അങ്ങനെ കുറെ കാലം പക്ഷെ ഇവൻ അത്യാവശ്യം പഠിക്കാനൊക്കെ ഉള്ള കഴിവുള്ളത് കൊണ്ട് പോയി. പക്ഷെ ഇവന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമല്ല, ഇവൻ എല്ലാവരും മുമ്പിൽ വന്ന് നിൽക്കാനും ഭയങ്കര ജാതിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് ഇവൻ മാറി. അപ്പൊ അങ്ങനെ നിന്നൊരു സാഹചര്യത്തിലാണ് കുറെ നാൾ കഴിഞ്ഞ് ഇവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ഒരു പെൺകുട്ടിയുടെ പ്രേമത്തിലായി. അപ്പൊ ഇവൻ ഇങ്ങനൊരു സംഭവം അവളോട് പറഞ്ഞു. അപ്പൊ ഇവന് പല സ്ഥലങ്ങളിൽ ഇവൻ ലെറ്റർ കമ്മുകിക്ക് എഴുതാൻ മടി, ലെറ്റർ എഴുതി കൊടുക്കാൻ മടി എന്നൊക്കെയുള്ള രീതിയിൽ കണ്ടപ്പോ അന്ന് മൊബൈലൊന്നും ഇല്ല. അപ്പൊ ഈ സംഭവം വന്നപ്പോ ഇവനിങ്ങനെ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോ ഇവനിങ്ങനെ കാര്യം പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഇവനെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഇവന്റെ എഴുത്തിന് നല്ല ലൈഫുണ്ട്, ഇവൻ എഴുതുന്നത് നല്ലൊരു ഭംഗിയാണ്, ഇങ്ങനെയൊക്കെ ഇവനെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവന്റെ ഭാഗത്ത് ഇവന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു, നീ ഒരു കാര്യം, എന്തായാലും ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ തുനിയ ഒരാളാണ്, അപ്പൊ നിന്റെ എല്ലാ കുറവുകളും എനിക്കറിയാം, നീ എഴുതുന്നത് എനിക്ക്, നീ കവിതകൾ എഴുതി, കഥകൾ എഴുതി, അപ്പൊ ഇതെനിക്ക് ഇത് എഴുതി ഞാനത് വായിക്കാം. അങ്ങനെ പറഞ്ഞ് ഇവൻ എന്ത് ചെയ്തു, അവന്റെ അതേ കൈശം, അതായത് അവനെ കൊള്ളില്ല എന്ന് അവന് തന്നെ തോന്നി, ആ കൊള്ളാത്ത കൈശത്തിൽ തന്നെ അവനെ എഴുതി, അത് അവർക്ക് കൊടുത്തു. അവൾ അത് വായിച്ചതിന് ശേഷം ഇവനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഇവന് ഓരോ തവണ എഴുതുന്നതോറും ഇവന്റെ ആ തെറ്റുകളൊന്നും മറക്കാൻ തുടങ്ങി. ഇവൻ എന്താണോ അന്ന് സംഭവിച്ച ആ തെറ്റുകൾ മറക്കാൻ തുടങ്ങി. അവന്റെ എഴുത്തുകൾ നന്നായി, അവൻ എഴുതുന്നത് മാറി, അവനെ ആളുകൾ അറിയാൻ തുടങ്ങി. അങ്ങനെ അവൻ നല്ല രീതിയിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള അറിയപ്പെട്ടു. അപ്പൊ ഇത് നമ്മുടെ ലൈഫിലും നമ്മുടെ ചുറ്റുപാടും ഇതേപോലെ പല സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. പക്ഷെ ഈ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്യാൻ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത്, അത് നമ്മുടെ അമ്മയോ അച്ഛനോ സഹോദരനോ സഹോദരിയോ കാമുകനോ കാമുകിയോ ആരും ആവട്ടെ, നമ്മൾ പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് കേൾക്കാനും ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈഫ് വേറെ ലെവലാണ്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ വെക്കുക. ഈ ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ ന്യൂ ഇയറിന് നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരാളെ ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള ബെസ്റ്റ് ഒരാളെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ബെസ്റ്റ് ഒരാളെ കണ്ടെത്താൻ പറയുമ്പോൾ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ത് ഫ്രണ്ട്സ് ആണോ? എന്റെ ഫ്രണ്ട്സ് ചില ആളുകൾ വന്നിട്ട് അറിയാം സാധനം എന്ത് വെച്ചിട്ട് അടിക്കാം ഒന്ന്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിച്ച ഒരു സിഗരറ്റ് കമ്പനി, അങ്ങനെയുള്ള ഫ്രണ്ട്സ് അല്ല ഞാൻ പറയാം. ഒരുത്തൻ രാവിലെ വിളിക്കും, ആ ജിമ്മിൽ പോവാം, അല്ലെ നമ്മൾ മടിയാണ്, അത് വീട്ടിൽ വരും പൊക്കിയെടുത്തിട്ട് പോകും. അല്ലെ നമ്മളെടുത്ത് അറിയാം എനിക്ക് പാട്ട് പാടാൻ മടിയാണ്, നല്ലോണം പാടും, അവൻ സ്റ്റേജ് ചെയ്തിട്ടാണ് എന്താണ് പാട്ട് പാടും, സൂപ്പറായിട്ട് പാടും എന്ന് പറയാൻ അവനെ കൊണ്ടുപോകാം. അവൻ ചെയ്യുന്ന പോലെ അപ്പം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ആക്ടിങ് പാഷനായിട്ട് പോകുന്ന ആളുകൾ അവരെടുത്ത് നമ്മൾ പറയും, അവനെ മോട്ടിവേറ്റ് ചെയ്യാം, എടാ ഇത് ശരിയായില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് ഇത് ശരിയായില്ല, ഇത് ശരിയായി. പഠിക്കാൻ PSC പോകുന്നവരാണെങ്കിൽ അവരെ മോട്ടിവേറ്റ്, ഇന്നിപ്പോ നിനക്ക് ഈ എക്സാം കിട്ടുന്നത് കുഴപ്പമില്ല, അടുത്ത എക്സാം ഉണ്ടല്ലോ, നീ പഠിക്ക്, ട്രൈ ചെയ്യുക. നമ്മളിങ്ങനെ ബെറ്റർ ആയിട്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തില്ല. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തും. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വേറെ ലെവലാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പോയി